അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. 1951-52 കാലഘട്ടത്തിൽ തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. അമ്പലപ്പുഴ എന്നായിരുന്നു മണ്ഡലം അന്ന് അറിയപ്പെട്ടത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ മത്സരിക്കാനുണ്ടായിരുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PT പുന്നൂസ്, INC സ്ഥാനാർത്ഥി AP ഉദയഭാനു, SP സ്ഥാനാർത്ഥി ശങ്കരനാരായണ പിള്ള, INP സ്ഥാനാർത്ഥി ചാക്കോ എന്നിവരായിരുന്നു മത്സരിക്കാനുണ്ടായിരുന്നത്. ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച PT പുന്നൂസ് ആയിരുന്നു അന്ന് അവിടെ വിജയിച്ചത്. 1957-ലും PT പുന്നൂസിലൂടെ ആ വിജയം ഇടതുമുന്നണി അവിടെ ആവർത്തിച്ചു. കോൺഗ്രസിന്റെ KP മുഹമ്മദ് ഷെരീഫ് ആയിരുന്നു മുഖ്യ എതിരാളി. അന്ന് 30,195 വോട്ടിനായിരുന്നു CPIയുടെ വിജയം. 1962-ൽ CPI നേതാവ് PK വാസുദേവൻ നായരും PSP സ്ഥാനാർത്ഥി ബേബി ജോണും തമ്മിലുള്ള പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ നടന്നത്. 1,70,170 വോട്ട് നേടിയായിരുന്നു PK വാസുദേവൻ നായരിലൂടെ മണ്ഡലം CPI നിലനിർത്തിയത്. 1967-ൽ CPM സ്ഥാനാർത്ഥി സുശീല ഗോപാലനായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത്. കോൺഗ്രസിന്റെ PS കാർത്തികേയൻ അന്ന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 50,277 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു S ഗോപാലിന്റെ വിജയം. ആദ്യമായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതാ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സുശീല ഗോപാലൻ. 1971-ൽ മണ്ഡലം RSP പിടിച്ചെടുത്തു. K ബാലകൃഷ്ണനിലൂടെയായിരുന്നു മണ്ഡലം RSP പിടിച്ചെടുത്തത്. സുശീല ഗോപാലൻ തന്നെയായിരുന്നു CPM സ്ഥാനാർത്ഥി. 25,918 വോട്ടിനായിരുന്നു അന്ന് RSP സ്ഥാനാർത്ഥിയുടെ വിജയം. 1977-ൽ കോൺഗ്രസ് നേതാവ് VM സുധീറിലൂടെയായിരുന്നു UDF മണ്ഡലം നിലനിർത്തിയത്. 2,70,451 വോട്ടായിരുന്നു അദ്ദേഹം അന്ന് നേടിയത്. E ബാലാനന്ദനായിരുന്നു CPM സ്ഥാനാർത്ഥി. പക്ഷേ 2,06,435 വോട്ട് മാത്രമേ അന്ന് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. 64,016 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് VM സുധീറിന്റെ വിജയം. 1980-ൽ സുശീല ഗോപാലിലൂടെ മണ്ഡലം CPM തിരിച്ചുപിടിച്ചു. 2,60,754 വോട്ടായിരുന്നു അന്ന് അവർ നേടിയത്. UDF-നായി JNP സ്ഥാനാർത്ഥി ഓമനപ്പിള്ളയായിരുന്നു മത്സരത്തിനിറങ്ങിയത്. 1,45,990 വോട്ട് മാത്രമേ അന്ന് അവർക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. 1984-ൽ വക്കം പുരുഷോത്തമനിലൂടെയായിരുന്നു മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചത്. സുശീല ഗോപാലൻ തന്നെയായിരുന്നു അന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. 37,764 വോട്ടിനായിരുന്നു വക്കം പുരുഷോത്തമന്റെ വിജയം. 1989-ലും വക്കം പുരുഷോത്തമനിലൂടെ തന്നെ കോൺഗ്രസ് ആ മണ്ഡലം നിലനിർത്തി. KV ദേവദാസ് ആയിരുന്നു CPM സ്ഥാനാർത്ഥി. 25,123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ജയം. 1991-ലാകട്ടെ TJ ആഞ്ചലോസിലൂടെയായിരുന്നു CPM മണ്ഡലം തിരിച്ചുപിടിച്ചത്. 2 തവണ തുടർച്ചയായി ആലപ്പുഴ പ്രതിനിധീകരിച്ച് ലോക്സഭയിലെത്തിയ വക്കം പുരുഷോത്തമനെ തോൽപ്പിച്ചായിരുന്നു ആഞ്ചലോസിന്റെ വിജയം. 1996-ൽ VM സുധീറിലൂടെ മണ്ഡലം കോൺഗ്രസ് വീണ്ടും തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ തവണ വിജയിച്ച TJ ആഞ്ചലോസിനെ പരാജയപ്പെടുത്തിയായിരുന്നു സുധീറിന്റെ വിജയം. 25,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് കോൺഗ്രസ് മണ്ഡലത്തിൽ കരുത്ത് കാട്ടിയത്. 2 വർഷം കഴിഞ്ഞ് 1998-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആ വിജയം VM സുധീരൻ ആവർത്തിച്ചു. അഡ്വക്കേറ്റ് CS സുജാതയായിരുന്നു അന്ന് CPM സ്ഥാനാർത്ഥി. മികച്ച പ്രകടനം തന്നെ അന്ന് അവർ അവിടെ കാഴ്ചവെച്ചു. BJP സ്ഥാനാർത്ഥി TL രാധമ്മ 20,010 വോട്ടും ആ തെരഞ്ഞെടുപ്പിൽ നേടി. 99-ലും VM സുധീരൻ തന്നെയായിരുന്നു ആലപ്പുഴയിലെ MP. 3,92,700 വോട്ടുകൾ നേടിയായിരുന്നു കോൺഗ്രസിന്റെ ജയം. മുരളിയായിരുന്നു CPM സ്ഥാനാർത്ഥി. BJPക്കായി പരമേശ്വരൻ നായരും മത്സരിക്കാനുണ്ടായിരുന്നു. പക്ഷേ അന്ന് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. 2004-ൽ ഡോക്ടർ KS മനോജിലൂടെയായിരുന്നു മണ്ഡലം CPM പിടിച്ചെടുത്തത്. സിറ്റിംഗ് MP ആയ VM സുധീറിനെ പരാജയപ്പെടുത്തിയായിരുന്നു ആ വിജയം. ശക്തമായ മത്സരം തന്നെയായിരുന്നു ഇരു കൂട്ടരും അന്ന് മണ്ഡലത്തിൽ നടത്തിയത്. 1009 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് CPMന്റെ ജയം.
BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി പത്മനാഭൻ വോട്ട് വീതം 43,891 ഉയർത്തിയ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു അത്. 2009 കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിലൂടെ മണ്ഡലത്തിൽ വീണ്ടും കോൺഗ്രസ് കരുത്തു കാട്ടി. 4,68,679 വോട്ട് നേടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജയം. സിറ്റിംഗ് MP KS മനോജ് ആയിരുന്നു എതിരാളി. 57,635 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു KCയുടെ അന്നത്തെ ജയം. 2014 KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിലെ MP ആയി. CPM സ്ഥാനാർത്ഥി സിബി ചന്ദ്രബാബു ആയിരുന്നു അന്നത്തെ എതിരാളി. 4,43,118 വോട്ടാണ് അദ്ദേഹത്തിന് അന്ന് നേടാൻ കഴിഞ്ഞത്. KC വേണുഗോപാൽ ആകട്ടെ 4,62,525 വോട്ട് നേടിയാണ് വിജയിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് അവിടെ നോട്ട് നേടിയത് 11,338 വോട്ടാണ്. 2019 അഡ്വക്കേറ്റ് A മാരിഫിലൂടെയായിരുന്നു മണ്ഡലം CPM കയ്യിലൊതുക്കിയത്. 4,45,970 വോട്ട് നേടിയായിരുന്നു അന്ന് ആരിഫിന്റെ ജയം. കോൺഗ്രസിന്റെ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു UDF സ്ഥാനാർത്ഥി. 4,35,496 വോട്ട് മാത്രമേ അന്നവർക്ക് നേടാനായത്. 10,474 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് ആരിഫിന്റെ ജയം. BJP മണ്ഡലത്തിൽ അന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഡോക്ടർ KS രാധാകൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി. 1,88,729 വോട്ടാണ് അന്ന് അദ്ദേഹം നേടിയത്. 2024 തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരരംഗത്തുള്ളത്. ഇടതുമുന്നണിക്കായി നിലവിലെ സിറ്റിംഗ് MP A മാരിഫും UDFനായി KC വേണുഗോപാലും BJPക്കായി ശോഭ സുരേന്ദ്രനുമാണ് മത്സരരംഗത്തുള്ളത്. ശോഭ സുരേന്ദ്രനിലൂടെ മികച്ച പ്രകടനം ഇത്തവണ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. അതുകൊണ്ട് തന്നെ A+ കാറ്റഗറിയിൽ മണ്ഡലത്തെ അവർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ BJPക്ക് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. KC ആകട്ടെ ശക്തനായ കോൺഗ്രസ് നേതാവുമാണ്. നേരത്തെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിരവധി തവണ ലോക്സഭയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട മണ്ഡലം പിടിച്ചെടുക്കാനായിട്ടാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ കളത്തിലിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ജയിക്കാനായ ഏക മണ്ഡലമാണ് ആലപ്പുഴ. കനൽ ഒരു തരി മതിയെന്ന മുദ്രാവാക്യം എല്ലാം ഇതിനെ തുടർന്ന് പലപ്പോഴായി CPM ഉപയോഗിച്ചിട്ടുമുണ്ട്. ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ ഇത്തവണ മണ്ഡലം നിർത്തുക CPMനും ആരിഫിനും എളുപ്പമാകില്ല. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം പലപ്പോഴായി ഇടതിനും വലതിനുമൊപ്പം നിന്ന മണ്ഡലമാണ്. BJP ആകട്ടെ ക്രമേണ അവരുടെ വോട്ട് ക്രമം അവിടെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ആരുടെ കൊടിയാകും അവിടെ ഉയരുക എന്ന് കാത്തിരുന്ന് തന്നെ കാണാം.